ചാ ഇതെന്തൊക്കെയാ അത്? ഇതൊക്കെ വായിലിട്ട് കിടക്കുക അല്ലേ? ചാരിട്ട് അവിടെ കിടക്കുന്നത് കേട്ടോ. നല്ല ഉറക്കാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. സമയം ഒരുപാട് 7:30 ആയി. നേരത്തെ എഴുന്നേക്കണം എന്ന് വിചാരിച്ചട്ടോ. നല്ല മഴയായിട്ട് തണുപ്പായി എഴുന്നേൽക്കാനേ തോന്നുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കിടന്നത് കാര്യമില്ല. നേരം വൈകി എഴുന്നേറ്റാൽ എല്ലാം നേരം വൈകും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ 7:30 ആകുമ്പോൾ എഴുന്നേറ്റതാട്ടോ. എൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടേന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ എഴുന്നേറ്റ്. പക്ഷേ ഇത് കണ്ടോ, ഇയാൾ എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിരിക്കുക. ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ എത്ര മെല്ലെ എഴുന്നേറ്റാലും ഇവൾ അറിഞ്ഞിട്ട് എൻ്റെ കൂടെ എഴുന്നേറ്റ് വരും. അപ്പം പകുതി മുക്കാൽ ടൈമും ഇവളെ കൂടെ അങ്ങ് പോകും. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഇതൊക്കെയാണ് ഇവിടുത്തെ. കണ്ടോ, എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവളെയും കൊണ്ട് ഞാൻ അടുക്കളയിൽ കയറട്ടെ. എനിക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഞായറാഴ്ച വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പല്ലതിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് കാണാം. പുറത്തേക്ക് പോയി ഒന്ന് മഴയൊക്കെ ഉണ്ട്, നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഫോണെടുത്ത് ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴേ നന്ദൂട്ടി മെല്ലെ വന്ന് നോക്കുക കേട്ടോ. എന്താ അമ്മ ചെയ്യുന്നതെന്നാട്ടോ അവൾ നോക്കുന്നത്. എന്നിട്ട് മെല്ലെ എൻ്റെ ഫോണെടുത്ത് കൈമ പിടിച്ചു കേട്ടോ. ഞാൻ വേഗം അവളെ എടുത്ത് അമ്മേൻ്റെ അടുത്തേക്കാക്കി. എന്നിട്ട് വേഗം എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഇന്ന് ഞാൻ കുളിക്കുന്നില്ല കേട്ടോ. രാവിലെ തന്നെ കുളിക്കുന്നില്ല. സാധാരണ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്നൊരു ശീലം ഇപ്പം ഉണ്ട്. കാരണം എല്ലാവരും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നന്ദുട്ടിനെ ആരെയും ഏൽപ്പിക്കാനുണ്ടാവില്ലല്ലോ. അപ്പോൾ നേരത്തെ കുളിച്ചാലേ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയെ കൊണ്ട് എനിക്ക് ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഞാൻ കുളിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യണം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഗാർണിയറിൻ്റെ ഫേസ് വാഷ് ആട്ടോ. ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമുള്ള ഫേസ് വാഷാണിത്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഫേസ് വാഷാണ്. ഈ പിമ്പിൾ വരാനുള്ള ടെൻഡൻസി ഒക്കെ ഇത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ചായി ഫേസ് ഒന്നും കെയർ ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ നല്ലോണം പിമ്പിൾസൊക്കെ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ കാലത്തേക്ക് ഇല്ലായിരുന്നു, ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഫേസൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു ഇൻട്രോ ഇതായിരിക്കും കേട്ടോ. ഈ ഒരു വ്യൂ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഇൻട്രോ കാണിക്കുന്ന സമയത്താണ് ഒരാൾ എന്നെ വന്ന് വിളിക്കുന്നത് കേട്ടോ. എന്താ എന്താ എന്തിനാ അമ്മനെ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? അവൻ വാ പോരുവാ. അങ്ങനെ നന്ദുട്ടിനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അടുക്കളയിൽ വന്നിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വേഗം ചപ്പാത്തി ചുട്ടു. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, വേഗം തീർത്തിട്ടു. പിന്നെ ക്യാമറയായിട്ട് എനിക്ക് നടക്കാൻ പറ്റിയില്ല. ഒരു സൈഡിൽ നന്ദുട്ടിൻ്റെ കാര്യങ്ങൾ, അവൾക്ക് രാവിലെ എഴുന്നേറ്റാൽ അപ്പം ഫുഡ് വേണം കേട്ടോ. അല്ലെങ്കിൽ സ്വഭാവം ആകെ മാറും. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും നട്ട്സിൻ്റെ പൗഡർ അങ്ങനെ എന്തെങ്കിലും രാവിലെ ഞാൻ അങ്ങനെ കൊടുക്കും, തൽക്കാല ശമനത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവളുടെ ഫുഡ് വേഗം ആക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ ഉള്ളതിനെ കൊണ്ട് അവൾക്ക് കഞ്ഞിയൊക്കെ അമ്മ ആട്ടോ കൊടുത്തത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി രാവിലെ ഉണ്ടാക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റിന്. അതിൻ്റെ കൂടെ ചെറുപയർ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂള ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി പൂള സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അത് പുഴുങ്ങി. ഇന്ന് പാൽക്കപ്പ വെക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ പാൽക്കപ്പ വെക്കുന്നുണ്ട് കേട്ടോ അമ്മ ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ നന്ദുട്ടിക്ക് ഇതാ ചപ്പാത്തീൻ്റെ ഒരു ചെറിയ പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവളിപ്പം അത് വായിൽ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുഴുവൻ മഴയായിരിക്കുന്നേ. മഴയായാൽ പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര ബോറായിരിക്കില്ലേ. പക്ഷേ ഇതാ ചെറുങ്ങനെ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ പിന്നെയും മഴ പെയ്തിട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയല്ല, മഴ വരും വെയിൽ വരും അങ്ങനെയാണല്ലോ. അപ്പോൾ അതാ നമ്മൾ ഇന്ന് അടുപ്പിലാട്ടോ ചോറ് വെക്കുന്നത്. കാരണം ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളതിനെ കൊണ്ട് നമുക്ക് ചോറ് കൂടുതൽ വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ വെക്കാൻ വിചാരിച്ചു. ഈ അടുപ്പ് അധികം കത്തിക്കാറില്ല കേട്ടോ. നമ്മൾ പുറത്തടുപ്പിലാണ് എല്ലാം ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പം മഴ അതിനെ കൊണ്ട് പുറത്ത് പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഉള്ളിൽ നിന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ
പാൽക്കപ്പ കുറച്ചൊന്നും പാളിപ്പോയി, കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഒരു കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി ആയിപ്പോട്ടെ, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ശർക്കര കാപ്പി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്ന് എന്തോ ശർക്കര കാപ്പി കുടിക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ശർക്കര കാപ്പി. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബ്രൂ വാങ്ങിച്ചതുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ശർക്കര കാപ്പി ആക്കാമെന്ന്. പിന്നെ ഇന്ന് ഞായറാഴ്ച അതിനെക്കൊണ്ട് എല്ലാ മലയാളികളുടെ വീട്ടിലും, അധികം മലയാളികളുടെ വീട്ടിലും എന്താ പറയുക, ചിക്കൻ വാങ്ങുമല്ലോ. അപ്പോൾ നമ്മളും ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ വറുത്തരച്ച് വെക്കുക എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഞാൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ശർക്കര കാപ്പി ഇതൊരു സൈഡിൽ നിന്നായി. അപ്പോഴത്തേ ഏട്ടൻ ഇന്ന് ഞായറാഴ്ച ആയാലും എന്താഴ്ചയായാലും ഏട്ടന് പോകാനുണ്ടാവും കേട്ടോ. ഏട്ടന് തിരക്കായതിനെക്കൊണ്ട് ഏട്ടൻ രാവിലെ തന്നെ പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടന് ചായ കൊടുക്കുക കേട്ടോ. പിന്നെ ചായ കുടിക്കാണ്ട് പോകുന്ന ഒരു പേടിയുള്ളതിനെ കൊണ്ട് ഞാൻ വേഗം ചൂടൊക്കെ തണിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോ വഴിക്ക് ഓരോരോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടന് ചായയൊക്കെ കൊടുത്ത് വേഗം പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. എല്ലാ സാധനവും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പിന്നെ പൊടികളൊക്കെ നമുക്കറിയാമല്ലോ എന്തൊക്കെ പൊടികളാണ് വേണ്ടത്, അതൊക്കെ ഇന്നൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് വറുത്തരച്ച് വെക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ മസാലകളും ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം ചിക്കനും എല്ലാം കൂടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കുഴച്ച് വെച്ചിട്ട് വിസിലടുപ്പിക്കും കേട്ടോ. ഒറ്റ വിസിലടിക്കാറുള്ളൂ. എന്നിട്ട് അടുപ്പത്ത് ഞാൻ തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമുറി തേങ്ങ കംപ്ലീറ്റ് എടുത്തില്ല, കുറച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടി എടുക്കാമെന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ട്, കാരണം കുറച്ചൊരു ലൂസായി പോയിട്ടുണ്ടായിരുന്നു കറി. ഇപ്പം നമ്മൾ രാവിലെ തന്നെ എല്ലാ പണിയും വേഗം തീർക്കുന്നതിനെ കൊണ്ട് അടുക്കള കുറച്ച് മെസ്സായി ഇരിക്കുക കേട്ടോ. എന്നാലും വേഗം എല്ലാ പണിയും തീർത്തിട്ട് വേഗം ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ചത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ചാരുട്ടിൻ്റെ തലയിലെ പാനും ഈരും എല്ലാം ഒക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ആക്കി കൊടുക്കുക. എല്ലാ ഞായറാഴ്ച ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ആകെ നാശമാകും മുടിയെല്ലാം കൂടി. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടി ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഞായറാഴ്ചയെങ്കിലും ഹെയർ നല്ല രീതിയിലൊന്ന് കെയർ ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പാനും ഈരും ആകെ വൃത്തികേടാവും കേട്ടോ. അപ്പം ഞായറാഴ്ച ഞാൻ അധികം അവൾക്ക് നല്ല രീതിയിൽ എണ്ണയൊക്കെ തലയിൽ തേച്ചിട്ട് മേലൊക്കെ തേച്ച് കുളിപ്പിക്കാറുള്ളത് കേട്ടോ. അത് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞാനും അവളുടെ അടി ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇതാട്ടോ. തലയിൽ എണ്ണ തേക്കുന്നതും മേലെണ്ണ തേക്കുന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാനിങ്ങനെ പിടിച്ച് വെച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ ഞായറാഴ്ച ഇങ്ങനെ കുട്ടിയുടെ തല ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ഞായറാഴ്ചയായ പിന്നെ ചാരുട്ടിക്ക് അറിയാം കേട്ടോ ഇന്നൊരു എണ്ണ തേച്ച് കുളി ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെ മുഖം ആകെ ഡള്ളായിട്ടാട്ടോ ഇരിക്കുന്നത്. അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ മുടിയിൽ എണ്ണ തേക്കുക, മേത്ത് എണ്ണ തേക്കുക, മുഖത്ത് എണ്ണ തേക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാനിങ്ങനെ പിടിച്ച് വെച്ച് ഓരോന്ന് ചെയ്യും. അങ്ങനെ അവളെ വേഗം കുളിക്കാൻ പറഞ്ഞയച്ച് ആ സമയത്തിൽ ഞാൻ മുറ്റത്തുള്ള പുല്ലൊക്കെ ഒന്ന് പറിക്കാൻ വിചാരിച്ചിട്ട്. ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യം കേട്ടോ ഇത്. കാരണം നമ്മുടെ മുറ്റത്ത് ഇപ്പം മഴ പെയ്തിട്ടേ നല്ല രീതിയിൽ പുല്ല് വളരുന്നുണ്ട്. നമ്മൾ ബേബി ചില്ലി ഇട്ടതാട്ടോ, പക്ഷേലും അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എന്താ പറയുക പുല്ലിങ്ങനെ വളർന്നിട്ട് ആകെ ഭയങ്കര വൃത്തിയോടെ ഇരിക്കുക കേട്ടോ. നമുക്ക് ഭാവിയിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. എന്നിപ്പോൾ ഞാൻ എന്തായിട്ടും ഇതിങ്ങനെ പുല്ല് പറിക്കുമ്പോൾ ഞാൻ മനസ്സിൽ അങ്ങനെയാട്ടോ വിചാരിക്കുന്നത്, ഇതൊന്ന് ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ നമുക്ക് വൃത്തിയാക്കേണ്ട ആവശ്യം വരില്ലല്ലോ. വീടിനൊരു ഭംഗിയാണ്, അതൊക്കെ ആഗ്രഹമുണ്ട്, നമുക്ക് നടക്കുമായിരിക്കില്ല മെല്ലെ മെല്ലെ. അപ്പോൾ ഞാൻ ഓരോ ഭാഗത്തുനിന്ന് പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ദിവസം നമ്മളിങ്ങനെ ചെയ്താലേ നടക്കുകയുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് കംപ്ലീറ്റ് പറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ബഷീർ ദിനായതിനെ കൊണ്ട് നന്ദുട്ടീനെ കൊണ്ടും ചാരുട്ടീനെ കൊണ്ടും പാത്തുമ്മേൻ്റെയും ബഷീറിൻ്റെയും വേഷം ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ചാരുട്ടീൻ്റെ സ്കൂളിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നന്ദുട്ടി എല്ലാത്തിനും വെച്ച് തന്നു കേട്ടോ. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൾ കുറേ ഇതിലൂടെയൊക്കെ നടന്ന് എല്ലാ വീഡിയോസും എടുക്കാൻ വേണ്ടി ഒരുപാട് സഹകരിച്ചിട്ടോ അവൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. കുളിച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് ആകെ വിശന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് അത്രയ്ക്കും പണികളൊക്കെ ഉള്ളതിനെ കൊണ്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഞായറാഴ്ച ആയാൽ നമ്മളെല്ലാവരും സോഫയമേൽ ഇരുന്നിട്ട് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. സാധാരണ നമ്മൾ സോഫയമേൽ തന്നെയാണ് ഇരിക്കാറുള്ളത്, എല്ലാവരും ഉണ്ടാവാറുമില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ടേബിളിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ സോഫേൻ്റെ മുകളിലേക്ക് അങ്ങനെയാണ് കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും ടി വി ഒക്കെ കണ്ട് കഴിക്കാൻ വിചാരിച്ചപ്പോൾ അത് സോഫയമേൽ കറിയൊക്കെ കൊണ്ടുവച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ആരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഗായ്സ്, ഞാനുണ്ടല്ലോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് സാധാരണ കിടക്കാറില്ല കേട്ടോ, ഉറങ്ങാറേ ഇല്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരം ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നു.
അപ്പം ഞാൻ പറയട്ടെ, കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിങ്ങനെ ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ഷോർട്ട് ഫിലിം കണ്ട്, ഗ്രാനി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനത് ജസ്റ്റ് കണ്ടു. അടിപൊളി ഷോർട്ട് ഫിലിം കേട്ടോ. നിങ്ങൾ ആരും കാണാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇപ്പം ഇന്നലെ ഏറ്റവും റിലീസായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായിട്ടും പോയി കാണുക കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഹൊറർ എഫക്റ്റുള്ളൊരു ടൈപ്പ് ഫിലിം, ഷോർട്ട് ഫിലിമാണ്. ഇത് കണ്ടതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ ശേഷം ആ ഒരു ഗ്രാനീൻ്റെ ഫേസാണ് എനിക്ക് എല്ലായിടത്തും നോക്കുമ്പോൾ ആ ഗ്രാനീൻ്റെ ഫേസ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതൊരു ബ്രെയിനിൽ അതന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടേ നിൽക്കുന്ന ആ ഒരു സീനും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായിട്ടും നിങ്ങളിപ്പോൾ കാണുക ഗ്രാനി എന്നാണ്, യൂട്യൂബിൽ ഗ്രാനി എന്ന് അടിച്ച് നോക്കിയാൽ കാണാം. അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കൊരു എന്താ പറയുക, ഒരു എഫക്റ്റ് ഇങ്ങനെ അതിങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ ആളിപ്പോൾ ശരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ഉള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നുക. നല്ല രസമുണ്ട്. കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഹൊറർ ഫിലിം കിട്ടിയ കണ്ടൊരു പ്രതീതി എനിക്കിഷ്ടപ്പെട്ടു. അതപ്പോൾ കുറച്ചേരം ഉറങ്ങണം വിചാരിച്ചിട്ടോ കിടന്നത്, പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഉറക്ക് വന്നപ്പോഴത്തേക്കും നന്ദുട്ടി എഴുന്നേറ്റ്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പരിപാടി നോക്കാൻ പോവാം കേട്ടോ. അപ്പം ബാക്കി എന്തൊക്കെയാണെന്ന് കാണേ. അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ പണികൾ തുടങ്ങി കേട്ടോ. ചാരുട്ടിക്ക് ഹോം വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, ഹോം വർക്ക്സ് നേരത്തെ ചെയ്ത് വെച്ചിട്ടോ. പിന്നെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു, ഡിറ്റേഷൻ വേർഡ്സൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കുക കേട്ടോ. സാധാരണ ഞാൻ ഇപ്പം 4ാം ക്ലാസ്സിലേക്ക് അവളായല്ലോ. അപ്പം ഞാൻ അവൾക്ക് എന്താ പറയുക, പഠിക്കാനുള്ള കാര്യങ്ങൾ അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. എന്നിട്ട് അവൾ പഠിച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ചോദിക്കാറോ ചെയ്യാറില്ല. അല്ലാണ്ട് ഫുൾ ടൈം അവളുടെ കൂടെ ഇരുന്ന് ഞാൻ പഠിപ്പിക്കാറില്ല കേട്ടോ. എനിക്ക് അതിനുള്ള ടൈമും കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു 6 മണി 6:30 ആയപ്പോൾ ഞാൻ വിളക്കെത്തിച്ചു കേട്ടോ. ഞായറാഴ്ചയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇന്നിപ്പം ചിക്കൻ പക്കുവട ഉണ്ടാക്കാമെന്നാണ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഏട്ടൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ അത് കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും കൂടി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തന്നു കേട്ടോ. അപ്പം നമ്മളത് ഇരുന്ന് ഉണ്ടാക്കുകയാണ്. ഞായറാഴ്ച സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ഒന്നെങ്കിൽ പഴംപൊരി എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ വന്നിരുന്ന് ഓരോ വർത്താനൊക്കെ പറയും. അത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഉള്ളൊരു ടൈമാട്ടോ ഇത്. ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ ഉണ്ടാക്കും. എൻ്റെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ കഴിയാറായി. ഇത്രയ്ക്കുള്ള കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തൊക്കെ വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, നമ്മുടെ കൂടണേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.